വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. എങ്ങനെയാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്? കോൺഗ്രസ് പോലെ ലക്ഷക്കണക്കിന് അണികളും അണികളേക്കാൾ കൂടുതൽ നേതാക്കളുമുള്ള പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക എന്നത് തന്നെ ഒരു ചെറിയ കാര്യമല്ല. അധികായന്മാരായ ചെന്നിത്തലയും വേണുഗോപാലും മുഖ്യമന്ത്രി കസേരകളിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പായപ്പോൾ എന്തായാലും സതീശൻ തോൽക്കാനാണ് സാധ്യത എന്ന് എല്ലാവരും കരുതി. കളിയുടെ 90 മിനിറ്റ് വരെ പിറകിൽ നിന്ന സതീശൻ എങ്ങനെയാണ് ഇഞ്ചുറി ടൈമിൽ സ്കോർ ചെയ്ത് ജയിച്ചത്? അത് കേവലം ഭാഗ്യം കൊണ്ടല്ല, ഒരു നിയോഗമാണ്. ലോട്ടറി സെക്ടറിലെ പൊരുത്തക്കേടുകളും സാന്റിയാഗോ മാർട്ടിനുമായുള്ള LDFന്റെ ലിങ്കുകളും തോമസ് ഐസക്കിനെ സഭയിലും പുറത്തും വി.ഡി. സതീശൻ നിലം തൊടിയിച്ചില്ല. അങ്ങനെ വി.ഡി. 2011 UDFന്റെ സ്റ്റാർ ക്യാമ്പയിനറായി. ഇലക്ഷൻ UDF ജയിക്കുന്നു, ഉമ്മൻചാണ്ടി മുഖ്യനാകുന്നു. എന്നാൽ മന്ത്രിസഭയിലേക്ക് ചുവടുവെക്കാൻ തയ്യാറെടുത്ത സതീശന് കപ്പിനും ചുണ്ടിനുമിടയിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു. ആരാണ് സതീശനെ അന്ന് ഒതുക്കിയത്? ഇന്ന് മുഖ്യമന്ത്രി കസാരയിലേക്ക് മത്സരിച്ച ഒരാൾ അതിന് ചരട് വലിച്ചു. രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് വരെ അംഗീകരിച്ച ലിസ്റ്റിൽ നിന്ന് വി.ഡി. പുറത്തായി. പകരം വന്നതോ ജൂനിയറായ VS ശിവകുമാർ. NSSനും രമേശ് ചെന്നിത്തലയ്ക്കും ഈ കുരുതിയിൽ ഒരേപോലെ പങ്കുണ്ടായിരുന്നു. ഇന്ന് ഞാൻ കോൺഗ്രസ് ബെഞ്ചിലെ ഏറ്റവും പുറയിലാണ് ഇരിക്കുന്നത്. അതിനൊരു വ്യത്യാസമുണ്ട്. അത് പാർട്ടി പറഞ്ഞ അവിടെ ഇരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചില ആളുകൾ തീരുമാനിച്ചു ഏറ്റവും പുറയിലത്തെ ബെഞ്ചിൽ ഇരുത്തേണ്ട ആളാണ് എന്ന് തീരുമാനിച്ചു. എനിക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ആദ്യം, പക്ഷെ ഇപ്പം എനിക്ക് പ്രയാസമൊന്നുമില്ല. പുറയിലിരുന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ലെ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ UDF തെരഞ്ഞെടുപ്പിനിറങ്ങുന്നു. UDF അധികാരത്തിൽ വരുമെന്നുറപ്പിച്ച ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തേണ്ടവരെ വരെ നിയമിക്കാനൊരുങ്ങുന്നു. പക്ഷേ കേരളത്തിൽ ഒരു പുതു ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നു. കേരളം വീണ്ടും ചുമന്നു. പിണറായി വിജയൻ അജയ്യനായ വിജയനായി മാറുന്നു. സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നു. 2021-26 കാലയളവിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വന്നു. എന്നാൽ കേരളത്തിൽ വന്ന വികസന പ്രവർത്തനങ്ങളിലേക്ക് ചർച്ചകൾ പോയാൽ UDF വീണ്ടും പ്രതിപക്ഷത്തിരിക്കും എന്ന് മനസ്സിലാക്കിയ സതീശൻ തന്റേതായ ഒരു നാരറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ തുടങ്ങി. സതീശന്റെ ഏറ്റവും വലിയ ആയുധം തന്റെ ആർട്ടിക്കുലേഷൻ സ്കിൽ. ഒരു ഡിബേറ്റിൽ വി.ഡിയെ തോൽപ്പിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് VS അച്യുതാനന്ദൻ സർക്കാരിനെതിരെ നിയമസഭയിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ വി.ഡിയെ ഉമ്മൻചാണ്ടി നിയോഗിച്ചത്. തന്റെ ഈ കഴിവുപയോഗിച്ച് പിണറായി സർക്കാരിനെതിരെ ഒന്നുമില്ലാത്തിടത്തു നിന്നൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വി.ഡിക്ക് സാധിച്ചു. LDF ഗവൺമെന്റ് മുന്നോട്ട് വെച്ച പ്രോജക്റ്റുകളിലെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി സതീശൻ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. സ്പ്രിംഗ്ലർ ഡേറ്റ, K-ഫോൺ, AI ക്യാമറ, ഗോൾഡ് സ്മഗ്ലിംഗ്, ലൈഫ് മിഷൻ കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള, LDF BJP ഡീൽ തുടങ്ങി മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ വരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇതിൽ ഭൂരിഭാഗവും തെളിവുകളില്ലാതെ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുകയും ആരോപണങ്ങൾ മാത്രമായി നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ സാധാരണക്കാരിൽ കുറേ പേരെങ്കിലും ഈ ആരോപണങ്ങളിൽ വിശ്വസിച്ചു സർക്കാരിനെതിരെ തിരിഞ്ഞു. പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ പറ്റിയ ഒരു നേതാവ് UDFൽ താൻ മാത്രമാണെന്നൊരു നാരറ്റീവ് സതീശൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്നും UDF 100-ലധികം സീറ്റ് നേടി വിജയിക്കുമെന്നും പറയുന്നു. തോറ്റാൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നും സതീശൻ പറയുന്നു. ഈ ഒരു ഒറ്റ ഡയലോഗിൽ സതീശന് UDFൽ ജനപിന്തുണ കൂടുന്നു. സ്വന്തം രാഷ്ട്രീയ ഭാവി വരെ ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു നേതാവ് വരുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്കുള്ളിൽ ജനപിന്തുണ കൂടുന്നു. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയുടെ സീനിയോറിറ്റിയും KCയുടെ MLAമാരുടെ പിന്തുണയുമൊക്കെ സതീശന്റെ മുന്നിൽ നിഷ്പ്രഭമായി. പട നയിച്ചവൻ നാടിനെ നയിക്കട്ടെ എന്ന് നാട്ടുകാരും അണികളും പറഞ്ഞതോടെ ഹൈക്കമാൻഡിന്റെ മുകളിൽ സമ്മർദ്ദമുയർന്നു. അങ്ങനെ കളിയുടെ 90 മിനിറ്റിലും പിന്നിട്ട് നിന്ന ശേഷം ഇഞ്ചുറി ടൈമിൽ സതീശൻ ജയിക്കുന്നു. 2011 മന്ത്രിസഭയിൽ തന്നെ പരിഗണിക്കാതിരുന്നവർക്ക് എണ്ണി സതീശൻ പകരം വീട്ടി. ഒരു തവണ പോലും മന്ത്രിയാകാത്ത ആളിതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ധ്വജവാഹകനേ